ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മൾ ഇന്നൊരു മന്തി റെസിപ്പി ചെയ്യുന്നൊരു വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് എങ്ങനെ ഒരു വിസിലടിപ്പിച്ച് എങ്ങനെ നമുക്കൊരു മന്തി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ആദ്യം ചെയ്യുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഒരു 2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ പീസ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരെ പാത്രത്തിലേക്ക് അട്ടിക്കട്ടിക്കായിട്ട് വെച്ച് കൊടുക്കാം. അതാദ്യം കത്തി കൊണ്ടൊന്ന് കീറിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ, എന്നാൽ അതിലേക്ക് മസാല കയറും. അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചതും ക്യാപ്സിക്കവും എല്ലാം ഇട്ടെടുക്കുക. പിന്നെ ചപ്പും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മാഗി ക്യാബും ഇട്ട് കൊടുക്കുക. മാഗി കട്ട അതിലൊരു 3 എണ്ണം വേണം, എന്നാലേ ആ ചിക്കനിലേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കൊണ്ട് കയറുകയുള്ളൂ. ഒരു 3 എണ്ണം അത് നല്ലോണം പൊടിച്ച് കാണിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് മെയിനാണ്, എന്നാലേ എല്ലാത്തിനും പൊടിക്കാണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മസാല കയറുകയില്ല. അപ്പോൾ നല്ലോണം പൊടിച്ച് ആദ്യം പിന്നെ ഗരം മസാല ഒരു 3 ടീസ്പൂണാണ് ഇടേണ്ടത്. അതൊക്കെ എല്ലായിടത്തും നല്ലോണം ആക്കുന്ന രൂപത്തിൽ വിതറിയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് എടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 3 ടീസ്പൂൺ തന്നെ അവരിട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ ഒരു മന്തി മസാലയാണ് നമുക്ക് വേണ്ടത്. ആവശ്യത്തിന് മന്തി മസാല ഒരു 3 ടീസ്പൂൺ അവിടെ സേവ് ചെയ്യേണ്ടതാണ്. അത് 3 ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇടവ്, അധികം ഇട്ടാൽ അത് പൊളിച്ചു പോകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. അത് എല്ലായിടത്തും ആവുന്ന രൂപത്തിൽ തന്നെയാണ്. പിന്നീട് നമുക്ക് മുളക് ഇങ്ങനെ മുറിച്ച് നല്ലോണം അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നീട് 2 കിലോ റൈസ് 200 ഗ്രാം സൺഫ്ലവർ ഓയിൽ വേണം. അതൊന്ന് അധികമായി പോരും. പിന്നീട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് കളിക്കണം. പിന്നീട് നമുക്ക് അത് ഫ്രീസറിലോട്ട് വെക്കാം. ഫ്രീസറിലോട്ട് വെക്കുന്നത് പിന്നീട് നമുക്ക് അരി കുതിരാൻ വെക്കാം. അത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അത് കുതിരാൻ വെക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നീട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അവിടെ ചെമ്പ് വെച്ച് അതിലേക്ക് വെള്ളവും ഒഴിച്ച് അതിൽ ഇത് ചൂടാക്കാൻ വെക്കാം. അരി ഇടണമല്ലോ, അതുകൊണ്ട് ചൂടാക്കാൻ വെക്കണം. അതിൽ കറുവപ്പട്ട, കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അവിടെ ഒരു മാഗി കട്ട പൊടിച്ചിടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് അവിടെയും വേണം. ഏലക്കായ എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇടുക. പിന്നെ അതിലേക്കും കുറച്ച് ഒരു കയ്യിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അധികമായി പോയത് ഒരു കയ്യിൽ വീട് നമുക്കൊരു 10 മിനിറ്റേക്ക് മൂടി വെക്കാം. പിന്നീട് നമുക്കതിലേക്ക് അത് 10 മിനിറ്റിന് ശേഷം നമുക്കതിലേക്ക് നല്ല പൊതിർന്ന റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം അതിലേക്ക് ഉണങ്ങിയ നാരങ്ങ 2 എണ്ണം, അതൊക്കെ ആവശ്യത്തിന് നിങ്ങളെ ഇതുപോലെ 2 എണ്ണം നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നാലേ ആ ഒരു നാരങ്ങൻ്റെയൊക്കെ ഫ്ലേവർ അതിൽ വരും. പിന്നെ നമ്മൾ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ നന്നായിട്ട് എടുത്ത് വെക്കാം. നല്ല മസാലക്കായി പിടിച്ച ഒരു അരമണിക്കൂറത്തേക്ക് നമ്മൾ വെച്ചത് ഗ്യാസുമ്മ കത്തിച്ചത് ചൂടാക്കാൻ വെക്കാം. അതൊരു 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ച് നമുക്ക് അതിങ്ങനെ തളിച്ചിങ്ങനെ വരും. പിന്നീട് അതിലേക്ക് നമുക്ക് നേരത്തെ വേവാൻ വെച്ച റൈസ് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും വേണ്ട റൈസ് അതിൻ്റെ മേത്തിൽ ദമ്മക്കടലാണ്, അതിന് മോഡൽ നൽകുക. പിന്നെ അതിൻ്റെ മേത്തത് നിറച്ചിട്ട് അതിൻ്റെ മേത്തത് 2-3 ഉള്ളിയല്ല മുളക്, പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചെടുക്കുക. അത് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് 2-3 എണ്ണം വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി കലക്കിയത് കളർ കിട്ടാനല്ലോ, റൈസിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് മറ്റേ കളർ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ മഞ്ഞപ്പൊടി കലക്കി ആഡ് ചെയ്യുന്നു. എന്നാൽ മാത്രം നല്ലത് കിട്ടും. ഇനി പൂട്ടി വെച്ചതിന് ശേഷം ഒരു ഫിസിൽ അടിയുന്ന വരെ കാത്തിരിക്കാം. 1 മണിക്കൂർ കൊണ്ട് അത് മതിയും. ഫിസിലടിഞ്ഞ് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ 20 മിനിറ്റിനുള്ളിൽ ഫിസിലടിയുന്നതാണ്. ഒരു ഫിസിലടിഞ്ഞത് പിന്നെ നമുക്കത് പാത്രത്തിലേക്ക് മറക്കുന്നുണ്ടോ. നല്ല വെന്ത ചോറാണ്, നമുക്ക് പാത്രത്തിലേക്ക് സേവ് ചെയ്യാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ വാസനയൊക്കെ വേറെ പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ മെയിൻ നമ്മൾ ബസ്മതി റൈസല്ല നമ്മൾ ഉപയോഗിച്ചത്, ഇന്ത്യ ഗേറ്റ് സലാല റൈസാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇന്ത്യ ഗേറ്റ് അത് തന്നെ വേണം, എന്നാലും നമുക്ക് നല്ല രസമുണ്ടാവും, ടേസ്റ്റ് ആയിട്ട്. പിന്നെ അന്ന് നമ്മൾ ഉണ്ടാക്കാൻ കാരണം ഇന്ന് മുഹറം 10 ആണല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകത കാരണമാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചത്.
പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മൾ ഉണ്ടാക്കിയ ശേഷം അടിപൊളിയായിട്ടും ഇത് വന്നിട്ടുണ്ട്. വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, പറഞ്ഞതിലോ വാക്കിലോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എളുപ്പത്തിൽ ഏറ്റവും സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.